രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിൽ വരികയാണ്. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക. ബില്ലിനെതിരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടാനാണ് നിലവിലെ സാധ്യത. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനാണ് ബില്ല് നിർദ്ദേശിക്കുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് നോബൽ മാരിക്കാരൻ. 10 കൊല്ലത്തിനപ്പുറം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല, എല്ലാ തെരഞ്ഞെടുപ്പും കൂടി ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നതാണോ ഇപ്പോൾ ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പദ്ധതികൾ നോബൽ? വെരി ഗുഡ് മോർണിംഗ് സുജയ. ദില്ലിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നാളെ പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ചരിത്രമായ ബില്ല് പാർലമെന്റിൽ എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത്. ബില്ലിനെ സംബന്ധിച്ച് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തിക്കൊണ്ട്, അതായത് പല ഘട്ടങ്ങളിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നത് മാറ്റി എല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു ഏകീകൃത സ്വഭാവം തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 2 ഭരണഘടനാ ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയുമായി ബന്ധപ്പെട്ടും ഇതിൽ ഭേദഗതികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഇതിൽ ആവശ്യമായി ഉണ്ട് എന്നാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിലവിലത്തെ ഭൂരിപക്ഷ പ്രകാരം ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. കാരണം 362 അംഗങ്ങളുടെ പിന്തുണ ഇതിന് ആവശ്യമുണ്ട്. 290 അംഗങ്ങളുടെ മാത്രമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDAക്ക് പാർലമെന്റ് ലോക്സഭയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക കക്ഷികളുടെ സഹായം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. DMK അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ചർച്ച നടത്തും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ പ്രാദേശിക പാർട്ടികൾ ഒരു കാരണവശാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ആശയത്തോട് യോജിക്കുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെതായ ആശങ്കകൾ, പ്രാദേശിക പാർട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ പിന്തുണയ്ക്കുമോ എന്ന വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ശക്തമായി തന്നെ ഇതിനെ എതിർക്കുന്ന സാഹചര്യം നിലവിൽ ഉണ്ട് താനും. ആ പശ്ചാത്തലത്തിൽ ബില്ല് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക്, നേരത്തെ വഖഫ് ബില്ല് വിട്ടതുപോലെ സമാനമായി തന്നെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് ഈ ബില്ലും വിടാനുള്ള സാധ്യതയാണ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. നാളെ ഏതാണെങ്കിലും ഈ ബില്ല് ലോക്സഭയിൽ എത്തുമ്പോൾ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം, കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭ ഈ ബില്ലിന് അംഗീകാരം നൽകിയതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഈ ബില്ലിനെതിരെ രംഗത്ത് വരികയും ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ നാളെ ഈ ബില്ല് എത്തുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ബില്ല് പാസ്സായിക്കൊണ്ട്, പ്രത്യേകിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശകൾ ഉണ്ടായിരുന്നല്ലോ, 2029 മുതൽ കൊണ്ടുവരാം എന്ന രീതിയിലായിരുന്നു രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശ. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴുണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക പല സംസ്ഥാനങ്ങളിലും നിയമസഭകൾക്ക് അല്പായുസായി ഒടുങ്ങേണ്ടി വരും. പ്രത്യേകിച്ചും കേരളത്തിൽ 2026 പുതിയ സർക്കാർ വരുമ്പോൾ 3 വർഷത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് പോകേണ്ടി വരും. രാംനാഥ് കോവിന്ദ് സമിതി മുന്നോട്ട് വെച്ച ശുപാർശകൾ അതേപടി അംഗീകരിക്കുകയായിരുന്നു. എങ്ങനെയാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തത്? ബില്ലായി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു നോബൽ? ഈ ബില്ലായിട്ട് വരുമ്പോൾ പ്രധാനമായും 2029 എന്താണെങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 2034 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കുക എന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം ഒരുമിച്ച് നടത്താനാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. രാംനാഥ് കോവിന്ദ് നേരത്തെ അദ്ദേഹം നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പൂർണ്ണമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ വിവരം പുറത്തേക്ക് വരുന്നത്. ബില്ലുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിശദാംശങ്ങൾ എന്താണെങ്കിൽ ലോക്സഭയിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുകയുള്ളൂ. അതാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകും. പക്ഷേ ഇത് പാസ്സാക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തെ സംബന്ധിച്ച് അത്ര ഈസിയായ ഒരു കാര്യമല്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയിക്കാനുള്ളത്.